ഹായ് ഫ്രണ്ട്സ്, നമ്മളത് പൊന്നാനിയിലെ പൊന്നാനി ഹാർബറിൻ്റെ അടുത്തുള്ള ഒരു ആൽമര ചുവട്ടിലാട്ടോ. നമ്മൾ പുതുപൊന്നാനിയുള്ള ജാറം സിയാർത്ത് ചെയ്യാനും അതുപോലെ അവിടെയുള്ള കാഴ്ചകൾ കാണാനും വന്നതാണ്. അപ്പോഴാണ് ഇവിടെ പൊന്നാനി ഹാർബറിൻ്റെ അടുത്തുള്ള ഈ കാഴ്ച കണ്ടിട്ട് കയറിയത്. വളരെ കൗതുകകരമായ കാഴ്ച കണ്ടത്. ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടില്ല നിങ്ങൾ? ഇതാ ഒരു മതിലാണ്, ഒരു കോട്ട, ചുറ്റും മതിലാണിത്. അപ്പോൾ ഈ കോട്ടയിലേക്ക് കിടക്കുന്ന ഒരു വഴിയാണ്. ഇതിനോട് ചേർന്നാണ് ഈ ആൽമരം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു പഴയ ഒരു കോട്ടയാണ്. വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് സംഭവം. ഈ കോട്ടൻ്റെ മതിൽ കംപ്ലീറ്റ് ഈ ആൽമരം വേരുകൊണ്ട് ചുറ്റിയിട്ടുള്ളത്. ഒരു ആൽമരം എന്നല്ല, അത് അപ്പുറത്ത് വേറൊരു ആൽമരം ഉണ്ട്, പിന്നെ ഇത് വേറൊരു ആൽമരം, പിന്നെ വേറെ ആൽമരങ്ങൾ ഇതിന് അകത്ത് വേറുണ്ട്. അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ആൽമരമാണ്. ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ വേര്, ഇതൊരു കാണാൻ വളരെ നല്ലൊരു കൗതുകം കേട്ടോ. ഇതത് കണ്ടില്ലേ? ഇതൊക്കെയാണ് കൗതുകമുള്ള കാഴ്ചകൾ. കംപ്ലീറ്റ് ഈ കോട്ട മതിൽ ഈ ആൽമരം അതിനോട് ചേർന്നുള്ള ഒരു ആൽമരമാണ്. ഒരുപാട് പഴക്കം ചെന്ന ഈ ആൽമരം ഇതിൻ്റെ വേരുകളെ കൊണ്ട് ഈ മതിലിനെ കൊണ്ട് സംരക്ഷിച്ച് വെച്ചേക്കാണ്. ഈ മതിൽ കംപ്ലീറ്റ്, ആ മതിൽ പഴയ പോലെ തന്നെ അതുപോലെ ഉണ്ട്, ചുറ്റി വരിഞ്ഞ് ഈ മതിലിനെ കണ്ട ഈ ഒരു കോട്ട, അതൊരു പഴയ കോട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ കോട്ട ചുറ്റുമൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് പുരാതന ചരിത്രങ്ങളുള്ള ഈ പൊന്നാനിയിൽ ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ഇത് ട്ടോ. പൊതുവെ ആൽമരം ഐശ്വര്യമുള്ള ഒരു മരമാണ് എന്നാണ് പറയാറ്. നൂറ്റാണ്ടുകളോളം നശിച്ചു പോവാതെ നിൽക്കുന്ന ഒരു മരം കൂടിയാണ് ആൽമരം. ആൽമരത്തിന്റെ തടി കൂടുതൽ ആവശ്യങ്ങൾക്കൊന്നും പണ്ട് തന്നെ ആളുകൾ ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും സമൂഹമായി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മരം തന്നെയാണ് ആൽമരം. ഈ ആൽമരത്തിന്റെ വേരുകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചുവോ? കോട്ടയുടെ കവാടത്തിലേക്കുള്ള വഴികളൊന്നും തന്നെ അടക്കാതെ കവാടത്തിനോട് ചുറ്റിയുള്ള മതിലിനെ മാത്രം ചുറ്റി വരിഞ്ഞ് വളരെയേറെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ആൽമരങ്ങൾ. ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ് ഇത്. നേരിട്ട് തന്നെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി പുതുപൊന്നാനിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച മറ്റൊരു ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു 50 വർഷം മുമ്പത്തെ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് കേട്ടോ. പുല്ലുമേഞ്ഞ വീടുകൾ എന്നിവയൊക്കെ ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. വിശാലമായ തെങ്ങിൻ തോപ്പുകൾക്കുള്ളില് മതിലുകളും മതിൽക്കെട്ടുകളും ഇല്ലാതെ ഒരുപാട് വീടുകൾ. നല്ലൊരു കൗതുകം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെയും. ഈ കാഴ്ചകളൊന്നും ഇവിടെ അധികം തന്നെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് പുതുപൊന്നാനി അഴിമുഖത്തേക്കാണ്. ഭംഗിയാർന്ന പുതുപൊന്നാനി ബീച്ചും അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന പുതുപൊന്നാനി ബീവി മക്കാമും പള്ളിയും കാണാം കേട്ടോ. ഇനി നമുക്ക് പള്ളിയും പള്ളിനോട് ചേർന്ന ചുറ്റുഭാഗങ്ങളും പള്ളിയുടെ ബാക്ക് ഭാഗം ഇവയൊക്കെ ഒന്ന് നമുക്ക് പോയി കണ്ടു നോക്കാം. ഈ പള്ളിയുടെ ബാക്ക് ഭാഗം ആണ് ഇത്. പള്ളിയോട് ചേർന്നുള്ള ഈ ബാക്ക് ഭാഗത്താണ് ബീവി കടലിൽ നിന്ന് കരക്കടിഞ്ഞതത്രേ. കണ്ണാടിച്ചില്ലു പോലെ തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ട്ടോ. ശാന്തമായ കടല്, ശക്തമായ തിരകളില്ല. ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് കേട്ടോ. ഈ കാണുന്നതാണ് പള്ളിയുടെ ബാക്ക് ഭാഗം, അതായത് പടിഞ്ഞാറേ ഭാഗം. ഈ കാണുന്ന കടലിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ബീവിയുടെ ജാറവും ഉള്ളത്. ബാക്കിന്ന് നോക്കുമ്പോൾ ചെറിയ പള്ളിയായി തോന്നുമെങ്കിലും വലിയൊരു പള്ളിയാണിത് ട്ടോ. കടൽവെള്ള വേലിയേറ്റത്തിൽ നിന്നും സുനാമിയിൽ നിന്നുമൊക്കെ കാര്യമായ കേടുപാടുകളൊന്നും കൂടാതെ നിലനിൽക്കുന്ന അതിമനോഹരമായ പുരാതന പള്ളിയാണിത് ട്ടോ. പള്ളിയുടെ ഇടത്തെ അറ്റത്തായി സൈഡിലായിട്ടാണ് മഖാം സ്ഥിതി ചെയ്യുന്നത്. ഇതിലൂടെയാണ് മഖാമിലേക്കുള്ള വഴി. അപ്പോൾ എല്ലാവരും ശിർക്കാവാത്ത തരത്തിൽ ഈ പ്രശസ്തമായ ബീവി ജാറം സിയാർത്ത് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ബീവിയുടെ മഖാം.